ഹലോ കൂട്ടുകാരെ, അപ്പം ഞങ്ങൾ വീണ്ടും നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ചിന്താവിഷയം എന്താണ് എൻ്റെ അമ്മയെ പറ്റിയാണ് എൻ്റെ ചിന്താവിഷയം. അമ്മ എന്ന് പറയുന്ന ഒരു നഗ്ന സത്യം. അമ്മ എന്ന് പറയുന്ന ഒരു നഗ്ന സത്യത്തെ പറ്റിയാണ് ഇന്നത്തെ ചിന്താവിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇന്നസെൻ്റായൊരു അമ്മയായിരുന്നു. വെരി എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയില്ല, ഇന്നസെൻ്റാന്ന് പറയാൻ കാരണം അമ്മേനെ എൻ്റെ ഫാദറിൻ്റെ അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആയിരുന്നു അമ്മയുടെ വീട്. പണ്ട് അമ്മയുടെ ഇവരൊക്കെ പണ്ട് നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത് നാട്ടിലോട്ട് വന്നവരാണ്, പുനലൂരിൽ നിന്ന്. അങ്ങനെ എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ 15 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഫാദറിന് 18 വയസ്സും ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെ വിവാഹം കഴിച്ച് ഒരു നാട്ടിലോട്ട് പോകുന്നവരാണ്. അങ്ങനെ വന്ന് എൻ്റെ അമ്മ വളരെ നിഷ്കളങ്കരയായ ഒരു അമ്മ ആയിരുന്നു, പൊന്നും കൂടെ. ആർക്കും ഒരു വാക്കുകൊണ്ട് പോലും അമ്മേനെ ഒരു തെറ്റ് പറയാനില്ലാത്തൊരു നല്ല രീതിയിൽ ജീവിച്ചു തീർത്ത ഒരു അമ്മയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാരണം അമ്മ ഞങ്ങളുടെ വീട് റോഡിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം വഴിയിൽ കൂടി പരിചയക്കാർ പോയാലും ഇതിലേ കയറുന്നില്ലേ, ഒരു കാപ്പി ഇച്ചിരി ചിപ്സൊക്കെ അല്ലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയാതെ ആർക്കും എന്തെങ്കിലും കൊടുക്കാതെ അമ്മ വിടത്തില്ലായിരുന്നു. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചും വളരെ സോഷ്യലും ജോളി ടൈപ്പ് പോയ ഒരു പൊന്നും കൂടെ ആയിരുന്നു അമ്മ. അമ്മയെപ്പറ്റി പറഞ്ഞ വാക്കുകളില്ല. അമ്മ അതുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയായിരുന്നു. അമ്മേൻ്റെയും അപ്പൻ്റെയും ഒന്നും സ്നേഹം നമുക്ക് ലൈഫിൽ വേറെ ആരിൽ നിന്നും കിട്ടത്തില്ല. നമ്മൾ വിവാഹം കഴിച്ചു, ഭർത്താവ് കുഞ്ഞുങ്ങളും എല്ലാം ജീവിക്കുന്ന സന്തോഷകരമായിട്ട് തന്നെ ജീവിച്ചാലും അപ്പനും അമ്മയും തരുന്ന അൺകണ്ടീഷണൽ ലവ് നമുക്ക് ലോകത്ത് എവിടെ നിന്നും കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും. അത് നമ്മളൊരു പ്രായമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും അപ്പനും അമ്മയുടെ ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ഓർമ്മകളിൽ മൊത്തം നമ്മൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ തന്നെയാണ് ഓർമ്മയിൽ മെയിനായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത്, എവിടെ നമ്മൾ എത്തിച്ചേർന്ന് പറഞ്ഞാലും. ശരിയല്ലേ? അപ്പോൾ ഞാൻ തുടരും ഈ കഥകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.